الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إمام المتقين سيد المرسلين خاتم الغر المعجلين صاحب الشفاعة العظمى يوم الدين أرسله الله بشيرا ونذيرا ورحمة للعالمين وبلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فجزاه الله عنا خير ما جزى نبيا عن أمته وصلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته إلى أن يرث الله الأرض ومن عليها وهو خير الوارثين. أما بعد فأوصيكم إخواني وأخواتي ونفسي بتقوى الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവന്റെ ആയത്തുകൾ ഊതിക്കേൾപ്പിക്കപ്പെട്ട അന്ധരും ബധിരരുമായി അതിന്മേൽ വീഴാത്തവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞു. ഈ ആയാത്തുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ 3-4 അർത്ഥങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും നാം പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രപഞ്ചമാകുന്ന പുസ്തകം, ആ പുസ്തകം വായിക്കാതെ കണ്ണു കാണാതെ നടക്കാൻ പാടില്ല. അതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടും അതിൻ്റെ പിന്നിലുള്ള മഹാശക്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ടും മനുഷ്യർക്ക് വേണ്ടി ഈ മഹാശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുമൊക്കെ ചിന്തിക്കുമ്പോൾ മാത്രമേ അവന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവന് ബോധ്യമുണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് ശരിയായ രൂപത്തിൽ നന്ദി ചെയ്യുവാൻ അവന് കഴിയുക. ഈ പ്രപഞ്ചമാകുന്ന പുസ്തകത്തെ നാം എങ്ങനെ കാണണം എന്നതാണ് ഒരു കാര്യം. അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ മുമ്പ് നാം പറഞ്ഞു. ഇനി ഇപ്പോൾ അടുത്തു തന്നെ റമളാൻ ആഗതമാവുകയാണ്. പരിശുദ്ധ റമളാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു ഗ്രന്ഥം, പ്രപഞ്ചമാകുന്ന ഗ്രന്ഥമല്ലാത്ത പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്. നാം എല്ലാം അതിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുവാനുള്ളത്. അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഞാൻ
ഇറങ്ങിച്ചെല്ലുവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മിക്കവാറും എല്ലാ വർഷവും അതേ സംബന്ധിച്ച് പല രൂപത്തിൽ പല പ്രതിപാദനങ്ങളും നടന്നു വരാറുണ്ട്. അതുകൊണ്ട് പ്രാഥമികമായി അതിനെക്കുറിച്ച് എല്ലാവർക്കും ചില ബോധങ്ങളുണ്ട്. അതല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ചെറിയ രൂപത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യമായി അത് അവകാശപ്പെടുന്നു. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറഞ്ഞു, കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, ഈ ഗ്രന്ഥം അതിന്റെ ആയത്തുകൾ പ്രത്യേകിച്ചും സ്പഷ്ടമാക്കിയിരിക്കുന്നതാണ്. സുമ്മ ഫുസ്സിലത്, പിന്നെ അത് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മില്ലതുൻ ഹക്കീം, യുക്തിമാനായ അല്ലാഹുവിൽ നിന്ന്, ഖബീർ, ജ്ഞാനിയായ വിജ്ഞനായ അല്ലാഹുവിൽ നിന്ന് ആണിത് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ ആദ്യം നമ്മെ പഠിപ്പിക്കും. ഒന്ന്, ഈ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, അതിന്റെ ആയാത്തുകളൊക്കെ മുഹ്കമാണ്, സ്പഷ്ടമാണ്, വളരെ വ്യക്തമായ ആയത്തുകളാണ്. എന്താണ് പറയുന്നത് എന്നത് മനസ്സിലാകാത്ത ഭാഷയൊന്നുമല്ല ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷ, ആ ഭാഷയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സ്പഷ്ടമാണ് അതിന്റെ ഹുക്മുകളൊക്കെ. സുമ്മ ഫുസ്സിലത്, ചിലയിടത്ത് കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടിടത്ത് ആ വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അങ്ങനെ വിശദീകരണങ്ങളും അടിസ്ഥാനങ്ങളും മറ്റുമായി കൊണ്ടുള്ള ഒരു പ്രത്യേകമായ ഘടനയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് മില്ലതുൻ ഹക്കീമിൻ ഖബീർ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായ ജ്ഞാനമുള്ള, യുക്തിബോധമുള്ള അല്ലാഹുവിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടെയുള്ള മറ്റനേകം വേദഗ്രന്ഥങ്ങളുണ്ട്. പല സമുദായക്കാരും അവരവരുടെ വേദങ്ങളായി അംഗീകരിച്ച ഗ്രന്ഥങ്ങൾ. ഇപ്പോൾ പഴയ നിയമം എന്ന പേരിൽ, പുതിയ നിയമം എന്ന പേരിൽ, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ അംഗീകരിച്ചിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ, അതിൽ തന്നെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. തോറ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗ്രന്ഥമുണ്ട് ജൂതന്മാർക്ക്. ക്രിസ്ത്യാനികൾ ഈ പുതിയ നിയമം തന്നെയാണ് അവരുടെ വേദഗ്രന്ഥമായി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഒറ്റ ഗ്രന്ഥമല്ല. ഇപ്പോൾ അവർ അംഗീകരിച്ചിരിക്കുന്ന 4 ഗ്രന്ഥങ്ങളുണ്ട്. നേരത്തെ അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. 100ഓളം ഗ്രന്ഥങ്ങൾ എന്നുമുണ്ട്, 100-ലധികം ഗ്രന്ഥങ്ങൾ എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് 4 എണ്ണം. ഏറെക്കുറെ സമാന സ്വഭാവമുള്ള 4 ഗ്രന്ഥങ്ങൾ തെരഞ്ഞെടുത്തതാണ്. പക്ഷെ ഈ ഗ്രന്ഥങ്ങളൊന്നും ഇത് ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നേയില്ല. ഇപ്പോൾ പലരും അതിന്റെ പേരിൽ അങ്ങോട്ട് ആരോപിക്കുന്നു ഇത് ദൈവഗ്രന്ഥങ്ങളാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹുവിൻ്റെതായ ഒരു ഗ്രന്ഥം തൗറാത്ത് അവതരിപ്പിച്ചതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു ഇൻജീൽ എന്നൊരു ഗ്രന്ഥം അവതരിപ്പിച്ചതായി ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ ആ 2 ഗ്രന്ഥങ്ങളും ഇന്ന് ഭൂമുഖത്തില്ല. ഇന്ന് ഭൂമുഖത്തുള്ളതൊക്കെ പിൽക്കാലത്ത് മറ്റുള്ളവർ എഴുതി ഉണ്ടാക്കിയതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം ബനൂ ഇസ്രായേലിന് നേരത്തെ നഷ്ടപ്പെട്ടു പോയ മൂസാ നബിയുടെ അനന്തര അവകാശമായി കൊണ്ട് കിട്ടിയ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ തൗറാത്തും ഉണ്ടായിരുന്നു. അതവർക്ക് രണ്ടാമതും തിരിച്ചു കിട്ടി. പക്ഷെ വീണ്ടും അവർക്കത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിന്റെ അടയാളങ്ങൾ എവിടെയും കിട്ടിയിട്ടില്ല. നഷ്ടപ്പെട്ടു പോയി, യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴുള്ള പഴയ നിയമം ആ തൗറാത്ത് തന്നെയാണെന്ന് ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല എന്ന് ഒരാവർത്തി അത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മരണത്തെക്കുറിച്ചും
അതിന്റെ കബറടക്കത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോഴത്തെ പഴയ നിയമങ്ങളിൽ ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അത് മൂസാ നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്തതാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. പിന്നെ ഇഞ്ചീല് ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇഞ്ചീൽ എന്ന പേരിൽ ഒരു ഗ്രന്ഥം നൽകിയിരുന്നു എന്നതിന് തന്നെ നമുക്ക് തെളിവ് ലഭിക്കുന്നത് ഖുർആനിൽ നിന്നാണ്. മറ്റൊരു തെളിവും അതിന് കിട്ടുന്നില്ല. അകക്കൂടി വിശ്വസനീയമായ ഒരു തെളിവ് ഖുർആൻ അത് പറയുന്നുണ്ട് എന്ന് മാത്രമാണ്. എന്നാൽ ഈ ഗ്രന്ഥം, ഞാൻ അങ്ങനെ ഒരു ഗ്രന്ഥം കണ്ടിരുന്നു, ഞാനത് വായിച്ചിട്ടുണ്ട് എന്നാരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തതായിട്ട് ഇന്നൊരു രേഖയുമില്ല, ഭൂമുഖത്ത് അവശേഷിക്കുന്നില്ല. ഇപ്പോഴുള്ള 4 ഗ്രന്ഥങ്ങൾ ഇഞ്ചീലാണ്, അല്ലെങ്കിൽ ഇഞ്ചീല് എന്ന രൂപത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന 4 ഗ്രന്ഥങ്ങൾ. ഇത് 4ഉം ഒന്ന് തന്നെയാണ്, പക്ഷെ 4 ആളുകൾ എഴുതിയതാണ്. ഈ 4 ആളുകൾ വ്യത്യസ്തമായ രൂപത്തിൽ എഴുതി എന്നതുകൊണ്ട് തന്നെ ഇതല്ല അള്ളാഹു അവതരിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഇതിൽ ഒരിടത്തും ഇത് അള്ളാഹു നേർക്കുനേരെ യേശുവിനെ അവതരിപ്പിച്ചു കൊടുത്തതാണ് എന്ന് വാദിക്കുന്നില്ല, അവകാശപ്പെടുന്നുമില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ചിലർ അതിനെക്കുറിച്ച് ആരോപിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു ഇൽഹാം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് എഴുതിയത്, അതുകൊണ്ട് അതിൽ പെശകുകളൊന്നും പറ്റിയിട്ടില്ല എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അതിനും ഈ ഗ്രന്ഥത്തിൽ തെളിവുകളൊന്നുമില്ല. ഇത് എഴുതിയ ആളുകൾ ആരും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു ഉത്ബോധനം ലഭിച്ചു, അല്ലെങ്കിൽ ഒരു ബോധനം ലഭിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിയത് എന്ന് അവർ പോലും വാദിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം നാം ചിന്തിക്കേണ്ടത് അതല്ലേ, ഈ ഗ്രന്ഥം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇത് മറ്റുള്ളവർ ആരോപിക്കുന്നതല്ലല്ലോ നമുക്ക് പ്രധാനം. അതുകൊണ്ട് നിലവിലുള്ള ഒരു ഗ്രന്ഥവും, പിന്നെ നമുക്കിവിടെ വേദഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്ന ഹിന്ദുക്കളും മറ്റുമൊക്കെ ആചരിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധന്മാരും മറ്റുമൊക്കെ ആചരിക്കുന്ന പല വേദഗ്രന്ഥങ്ങളുമുണ്ട്. ഈ ഒരു വേദഗ്രന്ഥവും ഇതൊക്കെ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയതാണ്, നേരെ ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്, ദൈവത്തിന്റെ വാക്കുകളാണ് എന്ന് അവകാശപ്പെടുന്നേയില്ല. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ആരോപിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. ഇവിടെ ഖുർആന്റെ കഥ ഇതിൽ നിന്ന് തീർത്തും ഭിന്നമാണ്. ഖുർആൻ അവകാശപ്പെടുന്നത് തന്നെ ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, മനുഷ്യരുടെ വചനമല്ല, അള്ളാഹുവിന്റെ വചനമാണ് എന്നതാണ്. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. യുക്തിമാനായ സർവജ്ഞനായ അള്ളാഹുവിൽ നിന്നാണ് ഇത് വരുന്നത് എന്നാണ് അതിന്റെ ആദ്യത്തെ അവകാശവാദം തന്നെ. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണത് എന്നത് അവകാശപ്പെടുന്നു. ഒരിടത്തല്ല, പലയിടത്തും ഈ കാര്യം വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടത് പറയുന്നു. അതായത് ഇത് മനുഷ്യന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വാക്കുകളാണ്, ദൈവം അവതരിപ്പിച്ചതാണ് എന്ന്. അതുകൊണ്ട് ആദ്യം ഖുർആൻ അവകാശപ്പെടുന്നു ഇത് ദൈവത്തിന്റെ വചനമാണ്. അതിന് മറ്റൊരു ഭാഷയിൽ ദൈവവചനം എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു എന്ന് പറഞ്ഞിരിക്കുന്നു ഒരിടത്ത്. മുശ്രിക്കുകൾ ആരെങ്കിലും, യുദ്ധത്തിലുള്ള ശത്രുക്കളായ മുശ്രിക്കുകൾ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് അഭയം ചോദിക്കുകയാണെങ്കിൽ അജിർഹു, അവർക്ക് നീ അഭയം നൽകണം, നബിയെ അവർക്ക് നീ അഭയം നൽകണം. ഹത്താ യസ്മഅ കലാമല്ലാഹ്, അവർ ഈ ഖുർആൻ ശരിക്ക് കേൾക്കുന്നത് വരെ അഭയം നൽകിയിട്ട് അവരെ കൊണ്ടുവന്ന് പള്ളിയിലോ മറ്റൊക്കെ ഇരുത്തിയിട്ട് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കണം അവർക്ക്. ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു. പിന്നെ അയാളെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല, സുരക്ഷിതമായ സ്ഥാനത്ത് അയാൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് അയാൾ എത്തിച്ചു കൊടുക്കണം, അയാളെ ഈ ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഖുർആൻ എന്ന് പറയുന്നിടത്ത് ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ വചനം എന്നാണ്. അപ്പൊ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്. ഇത് ഒരു അത്ഭുതമായ സംഗതിയാണല്ലോ.
ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ രക്ഷിതാവായ രാജാവായ അള്ളാഹുവിന്റെ വചനങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു മഹാസംഗതിയല്ലേ ഇത്? ഒരു ചെറിയ കാര്യമല്ലല്ലോ. ആ വചനം, അവന്റെ വചനം നമുക്ക് കിട്ടിയിരിക്കുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ, അവന്റെ വാക്ക്, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്. അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിന്റെ വചനവുമാണ്. അപ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. മറ്റൊന്നും അതിന് തെളിവായിട്ട് വേണ്ട, ഇത് തന്നെ തെളിവായിട്ട് മതി. ആ വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. അതിലുള്ള ഓരോ ഹർഫുകൾക്കും പ്രത്യേകതയുണ്ട്. അതുപോലെ വേറൊന്നില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ വാക്കുകളാണ്. അതുകൊണ്ട് അതിൻ്റെതായ പ്രത്യേകത അതിനുണ്ട്. അത് അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു തന്നത് പോലെ അത് 3 അക്ഷരങ്ങൾ എന്ന രൂപത്തിലല്ല. അത് 3 അക്ഷരങ്ങൾ, 3 കൂടി ഒന്നല്ല, ഒരു 3 അക്ഷരങ്ങൾ. പക്ഷെ അള്ളാഹുവിന്റെ 3 അക്ഷരങ്ങളാണ്, വചനങ്ങളാണ്. അള്ളാഹുവിന്റെ വചനം എന്ന രൂപത്തിൽ ഞാനത് ഉച്ചരിക്കുമ്പോൾ അതിലൊരു മഹത്തായ പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ വചനമാണ് ഞാൻ ഉച്ചരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാരാജാവിന്റെ വചനമാണ് ഞാൻ ഉച്ചരിക്കുന്നത് എന്ന രൂപത്തിൽ അതിനൊരു മഹത്വമുണ്ട്. അത് അവന്റെ മനസ്സിലേക്ക് തന്നെ ഇറങ്ങും. അപ്പോൾ ആ വചനമാണല്ലോ ഇത് എന്ന രൂപത്തിൽ. അതാണ് ഖുർആൻ രണ്ടാമത് ഖുർആനെ കുറിച്ച് പറയുന്നത്, ദൈവത്തിന്റെ വചനമാണ്. പിന്നെ ഖുർആൻ പറയുന്നു, ഈ ദൈവവചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പ്രത്യേക ഗ്രന്ഥത്തിൽ നിക്ഷേപിച്ചു വച്ചതാണ്. അവിടെ അതുണ്ട്. അവിടെ നിന്ന് തൊട്ട് എടുത്തിട്ടാണ് മനുഷ്യന്മാർക്ക് ഇത് തന്നിരിക്കുന്ന രൂപമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ആ സംഭവത്തിൽ സ്വീകരിക്കേണ്ട മാർഗദർശനം എന്ന രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരുന്നത്. 23 വർഷങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായി കഴിഞ്ഞത്. ഓരോ പ്രാവശ്യവും ഓരോ സന്ദർഭത്തിൽ അതിന് പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്ന രൂപത്തിലാണ് ഖുർആൻ വന്നത്. അതിൽ പക്ഷേ അതെല്ലാം കൂടി ക്രോഡീകരിച്ചപ്പോൾ മറ്റൊരു രൂപത്തിലാണ് അതിന്റെ ക്രോഡീകരണം. ഇറങ്ങിയ അതേ രൂപത്തിലല്ല ഖുർആൻ ക്രോഡീകരിച്ചിരിക്കുന്നത്. ക്രോഡീകരണം മറ്റൊരു രൂപത്തിലാണ്. ആരാണിത് ക്രോഡീകരിച്ചത്? അതും അള്ളാഹു തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ വിശ്വസ്തനായ മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഓരോ സന്ദർഭത്തിനും അനുരൂപമായി ഈ ഖുർആൻ ഭാഗങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്. 23 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഖുർആൻ അവതരിപ്പിച്ച് തീർത്തത്. എന്നിട്ട് അതിന്റെ ഘടന എങ്ങനെയായിരിക്കണമെന്ന് വേറെ തന്നെ ഒതുക്കൊടുപ്പിച്ചു കൊടുത്തു. ഓരോ പ്രാവശ്യവും ഒരായത്തോ കുറച്ച് ആയത്തുകളോ ഇറങ്ങുമ്പോൾ തിരുമേനി എഴുത്തുകാരോട് പറയുമ്പോൾ എഴുതിയതിനു ശേഷം ഇന്ന ആയത്തിൽ അല്ലെങ്കിൽ ഇന്ന സൂറയിൽ ഇന്ന സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ അത് അവരവിടെ അത് എഴുതി ചേർക്കും, അല്ലെങ്കിൽ എഴുതിയതിനു ശേഷം അവിടെ വെക്കും. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുണ്ടായത്. 23 വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം 23ാമത്തെ വർഷം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആൻ പൂർണ്ണമായതിനു ശേഷം തിരുമേനിക്ക് 1-ലധികം തവണ വന്നിട്ടിത് ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. നബി തിരുമേനി അത് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. ഓരോന്നും അതിന്റെ യഥാസ്ഥാനങ്ങളിൽ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. നേരത്തെ തിരുമേനിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. തിരുമേനി നേരത്തെ എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത വ്യക്തിയായിരുന്നു. അറബികളിൽ അക്കാലത്തുണ്ടായിരുന്ന മഹാഭൂരിപക്ഷവും അങ്ങനെയായിരുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നുള്ളൂ. പക്ഷേ ഹൃദിസ്ഥമാക്കുവാൻ അസാധാരണമായ കഴിവുകൾ അവർക്കുണ്ടായിരുന്നു. അത് ആ ജനതയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. നല്ല നല്ല കവികൾ ചില ചന്ത സന്ദർഭങ്ങളിൽ വന്നിട്ട് അവരുടെ കവിതകൾ അങ്ങോട്ട് പാടും. അത് അവർ എഴുതിക്കൊണ്ടുവന്നൊന്നുമല്ല പാടുന്നത്, അവർ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പാടും. ആ പാടുന്നത് കേൾക്കുമ്പോൾ ആ കേട്ടവരിൽ പലരും അത് അങ്ങനെ തന്നെ ഹൃദിസ്ഥമാക്കും. ചിലപ്പോ 50, 60, 100 ഒക്കെ വരികളുണ്ടാകും. അത് അങ്ങനെ തന്നെ അവർ ഹൃദിസ്ഥമാക്കും. എന്നിട്ട് മറ്റുള്ളവർക്ക് ഉദ്ധരിച്ചു കൊടുക്കും. നല്ല സാഹിത്യ സമ്പുഷ്ടമായ കവിതകളായിരുന്നു ഇതൊക്കെ. അങ്ങനെയുള്ള സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി
ഈ ഖുർആൻ ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത് ഇത്ര വലിയ ദീർഘമായ രൂപത്തിലല്ല, ചെറിയ ചെറിയ ഭാഗങ്ങളായിക്കൊണ്ടാണ്. വളരെ അപൂർവം ചില ഭാഗങ്ങൾ മാത്രമാണ് ഒന്നിച്ചവതരിച്ചത്. സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാം, സൂറത്ത് യൂസുഫ്, ആ സൂറ ഒന്നിച്ചവതരിച്ചതാണ്. പക്ഷെ അതൊരു കഥ കേൾക്കുന്നത് പോലെ ഇങ്ങനെ കേട്ടുപോകാൻ കഴിയും. അങ്ങനെ തന്നെ അത് ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ജനങ്ങൾ ഹൃദിസ്ഥമാക്കിയത്. എങ്ങനെയൊക്കെ അത് ഹൃദിസ്ഥമാക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ ജനങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ചില ഭാഗങ്ങൾ, ചിലർ മുഴുവനായി. നബി തിരുമേനിയുടെ കാലവിയോഗത്തിന് മുമ്പ് തന്നെ 1000-ലധികം ആളുകൾ എന്തായാലും ഖുർആൻ ഹൃദിസ്ഥമാക്കിയിരുന്നു. ഈ ലൗഹുൽ മഹ്ഫൂദിലാണ് ഈ ഖുർആൻ യഥാർത്ഥത്തിൽ ആദ്യമുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ലൗഹ് എന്ന് പറഞ്ഞാൽ പലക എന്നാണ് അർത്ഥം. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട സുരക്ഷിതമായ ഒരു ഏട് അല്ലെങ്കിൽ ഒരു പലക. അപ്പൊ എന്താണ് ഈ പലക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് മുമ്പ് വന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ടോ? അതേ കോലത്തിൽ തന്നെ ഇതും, ഈ ഖുർആൻ അങ്ങനെ തന്നെ അതിൽ എഴുതി വച്ചിരിക്കുകയാണോ? അങ്ങനെ എഴുതി വച്ച ഒരു വലിയ ഫലകം എന്നതാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കതിനെക്കുറിച്ച് തീർത്ത് പറയാൻ കഴിയില്ല. അത്രേ നമുക്കതിനെക്കുറിച്ച് വിവരമുള്ളൂ. ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ലൗഹുൽ മഹ്ഫൂദ്, ലൗഹാണ്, ഒരു പലകയാണ്, മഹ്ഫൂദുമാണ്, സുരക്ഷിതവുമാണ്. ഈ സുരക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും ഒക്കെ പോയിട്ട് അതിൽ വല്ല മാറ്റങ്ങളോ തിരുത്തങ്ങളോ ഒന്നും മാറ്റാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു സംരക്ഷിത പലകയാണ്. അത് വ്യക്തമായി ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന പലകയാണോ ആയിക്കൊള്ളണമെന്നില്ല. അതിനെപ്പറ്റി നമുക്കറിയില്ല. മറ്റൊരിടത്ത് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഉമ്മുൽ കിതാബ് എന്നാണ്. ഈ ഖുർആൻ ഒരു ഉമ്മുൽ കിതാബിലുണ്ട്. ഖുർആൻ പറഞ്ഞു വഇന്നഹു ഫീ ഉമ്മിൽ കിതാബ്, ഉമ്മിൽ കിതാബി ലദൈന, നമ്മുടെ സമീപത്തുള്ള, നമ്മുടെ അരികിലുള്ള ഒരു ഉമ്മുൽ കിതാബിലാണ് അത്, ആ ഖുർആൻ. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബുകളുടെ എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്നർത്ഥം. ഉമ്മ എന്ന് പറഞ്ഞാൽ സാധാരണ ഉമ്മ എന്ന് നാം മലയാളത്തിൽ പറയുന്ന അത് തന്നെ, ഉമ്മ. ഉമ്മ അതാണല്ലോ ഉത്ഭവത്തിന്റെ അടിസ്ഥാനം, അവിടെയാണല്ലോ. അതുകൊണ്ട് മറ്റ് ചെറിയ കൈവഴികളായി പിരിഞ്ഞ് അതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നതിന് ഉമ്മ് എന്ന് പറയും അറബി ഭാഷയിൽ സാധാരണ. ഉമ്മുൽ കിതാബ്, മറ്റ് കിതാബുകളൊക്കെ അവലംബമായ കിതാബ് എന്നർത്ഥം. അപ്പൊ ഈ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് അതിന്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ കിതാബ് എന്ന് ഖുർആൻ അതിനെ കുറിച്ച് പ്രയോഗിച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് കിതാബും മക്നൂൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മക്നൂൻ എന്നതിന് നമ്മുടെ മുഫസ്സിറുകളൊക്കെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് സുരക്ഷിതമായ എന്ന് തന്നെയാണ്. ഈ കിതാബിൻ മക്നൂൻ, വഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. അത് ആദരണീയമായ വിശുദ്ധ ഖുർആനിലാണ്. അത് ഈ ഉമ്മുൽ കിതാബ്, ഈ കിതാബും മക്നൂനിലാണ്. മക്നൂൻ എന്ന് പറഞ്ഞ പദത്തിന്റെ നേർക്കുനേരർത്ഥം വ്യക്തമല്ല, പുറത്ത് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ ഗോപ്യമായ എന്നൊക്കെയാണ്. അതായത് മനുഷ്യന്മാർക്ക് എവിടെയാണ് ഈ പറയുന്ന ഗ്രന്ഥം എന്ന് കാണാൻ കഴിയില്ല, മനുഷ്യന്മാർക്ക് ആർക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രം അറിയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തെരഞ്ഞെടുത്ത മലക്കുകൾക്ക് മാത്രം അറിയുന്ന ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേകമായ സ്ഥലത്ത് ആണ് എന്ന അർത്ഥത്തിലായിരിക്കാം ഈ പറഞ്ഞത്. അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത, അള്ളാഹു പ്രത്യേകമായി തൗഫീഖ് നൽകിയ ചില മലക്കുകൾക്കല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു രൂപത്തിലായിരിക്കാം അതിന്റെ ഘടന. അതൊന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും മറ്റൊരു അടിസ്ഥാന ഗ്രന്ഥം വേറെയുണ്ട്. ആ അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മക്നൂൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതം എന്ന് മുഫസ്സിറുകൾ അതിന് അർത്ഥം പറയാനുള്ള കാരണവും അതായിരിക്കണം. അത് മറ്റാർക്കും അതിൽ ഒരു തരത്തിലും ഇടപെടാൻ കഴിയുന്ന ഒന്നല്ല, അതുകൊണ്ട് സുരക്ഷിതമാണ്. പിന്നെ അവിടെ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് കുറേശ്ശെ കൊണ്ടുവന്ന് കൊടുക്കുന്നു.
അതത് സന്ദർഭങ്ങളിൽ ആ സന്ദർഭത്തിന് അനുയോജ്യമായ രൂപത്തിലാണ് ഇത് കൊണ്ടുപോയി കൊടുത്തതെങ്കിലും പിന്നീട് അത് ക്രോഡീകരിച്ചപ്പോൾ മറ്റൊരു രൂപത്തിൽ ഒരു ഗ്രന്ഥമായി മാറി. മറ്റൊരു രൂപത്തിലാണ് അതിന്റെ ക്രോഡീകരണം. ഇതൊക്കെ കൂടി ക്രോഡീകരിച്ചപ്പോൾ അതിലെന്തെങ്കിലും വിട്ടുപോയോ? ഒന്നും വിട്ടുപോയിട്ടില്ല. കാരണം രണ്ട് രൂപത്തിലാണ് മനുഷ്യന്മാർക്ക് ചില കാര്യങ്ങൾ സുരക്ഷിതമാക്കി വെക്കാൻ കഴിയുക. ഒന്ന്, നല്ല ഉറപ്പുള്ള പത്തായത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം. ചെതലരിക്കാത്ത പത്തായത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാൻ കഴിയും. അങ്ങനെ ചെതലരിക്കാത്തൊരു പത്തായമാണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ. അതിലാർക്കും ഒന്നും കൈകടത്താൻ മറ്റൊരാൾക്ക് കഴിയുകയില്ല. ഒരാളത് ഹൃദിസ്ഥമാക്കി അത് അവിടെ ഉണ്ടാകും. അതൊരു 100 ആളോ അതിലധികമോ ആൾക്കാർ ഹൃദിസ്ഥമാക്കിയാൽ, 1000-ലധികം ആളുകൾ ഹൃദിസ്ഥമാക്കിയാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നമില്ല. എന്നാൽ അത് മാത്രം പോരാ, ലിഖിതമായ രൂപത്തിൽ തന്നെ അത് സുരക്ഷിതമായിരിക്കണം എന്നുകൂടി അള്ളാഹു തീരുമാനിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കുത്താബുൽ വഹ്യ് എന്ന് പറയുന്ന വഹ്യ് എഴുത്തുകാരായ ഒരു സംഘത്തെ തന്നെ തിരുമേനി നിശ്ചയിച്ചത്. ഒരു ആയത്ത് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഗം ഇറങ്ങുമ്പോൾ തിരുമേനി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ലഭ്യമായവരെ മുഴുവൻ വിളിച്ചിട്ട് അവരോട് പറയും, ഇതാ ഇങ്ങനൊരു ആയത്തിറങ്ങിയിരിക്കും, അത് എഴുതാൻ പറയും. അത് എഴുതിയതിനു ശേഷം അവരത് വായിച്ചു കൊടുക്കും തിരുമേനിക്ക്. തിരുമേനി അത് വായിച്ചു കേട്ട് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇന്ന സൂറയിൽ ഇന്ന ഭാഗത്ത് അത് വെക്കണമെന്ന് അവരോട് പറയും. ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്താണ് ആ സംഭവം എല്ലാവർക്കും അറിയാം. ഒരു യുദ്ധമുണ്ടായി, യമാമ യുദ്ധം എന്ന പേരിൽ അത് പ്രസിദ്ധമാണ്. കുപ്രസിദ്ധമായ ഒരു യുദ്ധം. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള വലിയൊരു വിഭാഗം ആളുകൾ രാഷ്ട്രത്തിനെതിരിൽ തിരിഞ്ഞു. രാഷ്ട്രത്തെ നശിപ്പിക്കുവാനുള്ള ഒരു പുതിയ സംരംഭം. അങ്ങനെ വന്നപ്പോൾ അതിനെ ശക്തി കൊണ്ട് നേരിടുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചു. ശക്തി കൊണ്ട് തന്നെ അതിനെ നേരിട്ടു, അതടങ്ങി, നശിച്ചു. ആ യുദ്ധത്തിൽ പക്ഷേ ധാരാളം ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ ഹിഫ്ളുള്ള ആളുകൾ മരണപ്പെട്ടു. അപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ചിന്ത വന്നത്. ഇത് ഇങ്ങനെ പോയാൽ ഒരുപക്ഷെ ഖുർആൻ ഹിഫ്ളുള്ള മനപാഠമുള്ള എല്ലാവരും മരിച്ചു പോകുമോ? പിന്നെ അത് സുരക്ഷിതമല്ലാത്ത അവസ്ഥ വന്നേക്കുമോ എന്നൊക്കെ ഒരു തോന്നൽ. അദ്ദേഹം വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് അത് ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തിരുമേനി ചെയ്യാത്തൊരു കാര്യം അത് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ആദ്യം മുതൽ സമ്മതിച്ചില്ല. പക്ഷെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും 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 പല പ്രാവശ്യം അബൂബക്കർ സിദ്ദീഖിനെ സമീപിച്ചുകൊണ്ട് ഈ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വിനഷ്ടമാകും എന്നെനിക്ക് പേടിയുണ്ട് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും തോന്നി, ആ പറയുന്നതിൽ കുറച്ച് സത്യമുണ്ടല്ലോ, ശരിയുണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് അദ്ദേഹം ഉബയ്യ് ഇബ്നു കഅബിനെയും മറ്റു ചിലരെയും കൂടി ഖുർആൻ ക്രോഡീകരിക്കാൻ ഏൽപ്പിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉബയ്യ് ഇബ്നു കഅബ് ഏൽപ്പിക്കപ്പെട്ട അതിന്റെ നേതാവായിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ നല്ലവണ്ണം ഹൃദിസ്ഥമാക്കിയ വ്യക്തിയായിരുന്നു. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെ പലപ്പോഴും ഉബയ്യ് ഇബ്നു കഅബിൽ നിന്ന് അത് ഓതിക്കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹം നല്ല ഖാരിയായിരുന്നു. അതുകൊണ്ട് ആ സുന്ദരമായ ഖിറാഅത്ത് മറ്റൊരാളിൽ നിന്ന് അത് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി ഉബയ്യിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഉബയ്യിനെ സംബന്ധിച്ചിടത്തോളം, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന് ഹൃദിസ്ഥമായ ഖുർആൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഇത് എന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മാത്രമായാൽ പോരല്ലോ, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. അതുകൊണ്ട് ഇത് എഴുതി വച്ചിട്ടുണ്ട്, രേഖാമൂലം എഴുതി വച്ചിട്ടുണ്ട്, അത് തന്നെ ക്രോഡീകരിക്കണം. ഹൃദിസ്ഥമാക്കിയത് ക്രോഡീകരിച്ചാൽ പോരാ എന്ന് കരുതി അദ്ദേഹം, അതുപോലെ അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട മറ്റുള്ളവരുമൊക്കെ പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ആവശ്യപ്പെട്ടു, ആരുടെയെങ്കിലും കയ്യിൽ ഖുർആൻ എഴുതി വച്ചതുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് തരണമെന്ന്.
അങ്ങനെ അവരൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അതൊക്കെ കൂടി വെച്ചിട്ട് ഖുർആൻ അദ്ദേഹത്തിന് അദ്ദേഹം ഹൃദിസ്ഥമാക്കി അതേ കോലത്തിൽ മറ്റുള്ളവരൊക്കെ ഹൃദിസ്ഥമാക്കി അതേ കോലത്തിൽ ക്രോഡീകരിച്ചു. ഇപ്പൊ നാം കാണുന്ന ഇതേ രൂപത്തിൽ മുസ്ഹഫ് അങ്ങനെ ക്രോഡീകരിച്ചിരിക്കുക. ഇതിൽ ഒരു അസത്യമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബദ്ധമോ വന്നു ചേരാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കിയിരിക്കുന്നു എന്നർത്ഥം. ലിഖിതമായ രൂപത്തിൽ ഇത് എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെതലരിക്കാത്ത മറ്റു ചില രേഖകളിലും അത് എഴുതി വച്ചിരിക്കുന്നു. ഹൃദയമാകുന്ന കടലാസിലും അത് എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് നശിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതെങ്കിൽ അവിടെ വല്ല അബദ്ധങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നെങ്കിലും പറയാം. പക്ഷെ സാധ്യത പോലുമില്ലാത്ത ആയിരക്കണക്കിൽ ആളുകളാണ് ഇത് ഒന്നിച്ച് ഒരുപോലെ ഹൃദിസ്ഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ രംഗത്തൊന്നും ഒരു തരത്തിലുള്ള ഒരു പിശകും അല്ലെങ്കിൽ ഒരു അബദ്ധവും വന്നു ചേരുവാനുള്ള സാധ്യത പോലും ഇല്ലാതായിരിക്കുന്നു എന്നർത്ഥം. ഈ സംഗതി വെച്ചുകൊണ്ടാണ് ഖുർആൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മുത്തവാത്തിറായിക്കൊണ്ടാണ് എന്ന് നാം സാധാരണ പറഞ്ഞു വരാറുള്ളത്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ കളവാകുവാനോ അസത്യമാകുവാനോ ഉള്ള സാധ്യത പോലും ഇല്ലാതായത് എന്നർത്ഥം. ഇങ്ങനെ ലോകത്തൊരു ഗ്രന്ഥവും പരിശുദ്ധ ഖുർആൻ അല്ലാതെ ഇല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഇതൊക്കെയാണ് ശരിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു മുബല്ലിഗ മാത്രമായിരുന്നു ഖുർആനെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് ശരിയെങ്കിലും ബാക്കി പലരും പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പല കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? സനുഖ്രിഉക ഫലാ തൻസ, നാം നിനക്കത് ഓതിക്കേൾപ്പിച്ചു തരും, നീ മറക്കുകയില്ല. തിരുമേനിക്ക് ആദ്യം ഭയമുണ്ടായിരുന്നു. അള്ളാഹു ജിബ്രീൽ മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് തിരുമേനിക്ക് ഖുർആൻ ഇങ്ങനെ ഓതിക്കേൾപ്പിക്കുമ്പോൾ അത് മറന്നു പോകുമോ, ശരിക്കും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ. അതുകൊണ്ട് തിരുമേനി ആദ്യമൊക്കെ വേഗം 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 വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ ഖുർആൻ പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജ്ജല ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. അങ്ങനെ വിഷമിച്ച് പേടിച്ചുകൊണ്ട് വേഗം വേഗം അത് പറഞ്ഞുകൊണ്ടിരിക്കൊന്നും വേണ്ട. ആ ഓതിത്തരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ അവിടെ ഉണ്ടാകും. അതിന്റെ സംരക്ഷണം നാം ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വഹയി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തിരുമേനി അത് മറന്നു പോവുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മനുഷ്യനായിരുന്നു. ആ കാര്യം നാം മറക്കുന്നില്ല. മറ്റെല്ലാ മനുഷ്യരെയും പോലെ മാനുഷികമായ എല്ലാ ഗുണങ്ങളുമുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. അതോടൊപ്പം തിരുമേനിക്കുള്ള പ്രത്യേകത ഒന്നാമത്തത് അള്ളാഹുവിൽ നിന്നുള്ള വഹ്യി ലഭിക്കുന്നു എന്നതാണ്. വേറെ പല പ്രത്യേകതകളുമുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ന ഹൈസിയത്തിൽ തിരുമേനി മറ്റു മനുഷ്യരെ പോലെയാണ്. മനുഷ്യന്മാർക്ക് മറവി പറ്റും, നബി തിരുമേനിക്ക് മറവി പറ്റിയിട്ടില്ലേ? പറ്റിയിട്ടുണ്ട്. നബി തിരുമേനി പോലും പറഞ്ഞിട്ടുണ്ട്. 3 റക്അത്തുള്ള മഗ്രിബ് നമസ്കാരം ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചു, സലാം വീട്ടി. ചില ആളുകളൊക്കെ വേഗത്തിൽ പോകേണ്ടവർ വേഗത്തിൽ പോവുകയും ചെയ്തു. ഒരാൾ പിന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നമസ്കാരം ചുരുക്കിയോ അതല്ല മറന്നോ? തിരുമേനി പറഞ്ഞു, മറന്നിട്ടുമില്ല ചുരുക്കിയിട്ടുമില്ല. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, എന്നാ പിന്നെ 2 റക്അത്ത് നമസ്കരിച്ചിട്ടുള്ളൂ, മറന്നിട്ടുണ്ട്. അപ്പൊ തിരുമേനി എഴുന്നേറ്റ് 1 റക്അത്ത് കൂടി നമസ്കരിച്ചു. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന വളരെ പ്രബലമായ ഒരു ഹദീസാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മറവി പറ്റാം. എന്നാൽ ഖുർആൻ മറന്നിട്ടുണ്ടോ? ഖുർആൻ മറന്നിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ ഖുർആൻ തന്നെ അള്ളാഹു തന്നെ പറഞ്ഞു, പേടിക്കണ്ട, അത് നീ മറന്നു പോവുകയില്ല. മറന്നു പോകാം, മനുഷ്യൻ എന്ന രൂപത്തിൽ മറ്റു പലതും മറന്നു പോകാം, പക്ഷെ ഇത് മറക്കുകയില്ല. ഒരു പ്രത്യേകമായ രൂപത്തിൽ. എങ്ങനെയാണ് അതിന്റെ രീതി നമുക്കതറിയില്ല. ഇത് ഒരു കല്ലിൽ കൊത്തിയതുപോലെ തിരുമേനിയുടെ ഹൃദയത്തിലങ്ങ് തറച്ചു പോകുക. ഇത് പറയുന്നത് എന്താ? വിശ്വസനീയമാണോ? ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഈ രൂപത്തിൽ മറന്നു പോകാത്ത ഒരു വിഷയം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയുക? ഉണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ മനുഷ്യൻ എവിടെയാണ് ജനിച്ചത്, അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ കൂടി നോക്കുമ്പോൾ ഈ വ്യക്തി ഒരു പ്രത്യേകമായ രൂപത്തിൽ ആരോ അദൃശ്യമായ ഒരു കരങ്ങൾ കൊണ്ട് വളർത്തപ്പെടുന്നതായിട്ട് നാം കാണുന്നു. ആ മനുഷ്യന്റെ യഥാർത്ഥ ഉന്നതമായ ഗുണങ്ങൾക്ക് വിരുദ്ധമായ ഒരു സ്വഭാവവും ഒരു ചലനവും ആ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അതാണല്ലോ പ്രധാനം. ഈ മനുഷ്യൻ എന്ത് തരത്തിലുള്ള മനുഷ്യനാണ്? അദ്ദേഹം ആളുകളെ വഞ്ചിക്കുന്നുണ്ടോ, ചതിക്കുന്നുണ്ടോ, കളവ് പറയുന്നുണ്ടോ, എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി എന്തെങ്കിലും സൂത്രപ്പണികൾ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ മനുഷ്യന്മാരൊക്കെ ചെയ്യുന്ന, പല ആളുകളും ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മനുഷ്യൻ ഇതെങ്ങാൻ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? പരിശോധിച്ചു നോക്കും. ഒരാൾക്കും, ഒരു ശത്രുവിന് പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള കറുത്ത ഒരു പുള്ളി പോലും കാണാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. കുട്ടിയായിരിക്കുമ്പോൾ, പ്രായപൂർത്തി എത്തിയിട്ടില്ല, തിരുമേനി ആടുകളെ മേക്കാറുണ്ടായിരുന്നു. തിരുമേനി തന്നെ പറഞ്ഞിരിക്കുന്നല്ലോ അതൊക്കെ വലിയ വലിയ ചില സംഭവങ്ങളാണ്. തിരുമേനി എന്തിനാണ് ആടുകളെ വെച്ചത്? അത് തിരുമേനിക്ക് ചില കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് പുറമെ വേറെ ചിലതൊക്കെ തകർക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് മുഖേന വലിയ തറവാടിത്തത്തിന്റെയും പണത്തിന്റെയും ഒക്കെ മുകളിൽ കൂടി ജീവിക്കുന്ന ആളുകൾ ഇത് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ മഹത്വം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആ അഹങ്കാരത്തെ മുഴുവൻ തകർക്കേണ്ടതുണ്ടായിരുന്നു. ലോകത്ത് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാണ്, ഞാൻ വളരെ ചെറിയ തുച്ഛം പൈസക്ക് വേണ്ടി മക്കക്കാരുടെ ആടുകളെ വെച്ചിരുന്നവനാണ് ഞാൻ. അതൊരു മോശമായ കാര്യമല്ല. ഒരുത്തൻ വളരെ ചെറിയ ഒരു ജോലി ചെയ്തു, കൈക്കോട്ട് കളച്ചു, മറ്റുള്ളവർക്ക് പാടത്ത് പോയി പൂള കുത്തി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്തു, അത് അയാളുടെ മഹത്വത്തിനൊരു കുറവല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ഖുർആൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഇങ്ങനെ വളർത്തുന്ന ആ സമയത്ത് ഉണ്ടായ സംഭവം ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അറബികളെ പഴയ സമ്പ്രദായം അനുസരിച്ച് കല്യാണ രാത്രികളിലും അല്ലാത്തപ്പോഴുമൊക്കെ പെണ്ണുങ്ങളൊക്കെ ഡാൻസുകൾ പാടി, പാട്ടും പാടിക്കൊണ്ടൊക്കെയുള്ള പല രാത്രികളും ഉണ്ടാകും. തിരുമേനിയുടെ കൂടെ ആട് വെച്ചിരുന്ന പയ്യൻ ഒരു ദിവസം തിരുമേനിയോട് പറഞ്ഞു, ഇങ്ങനെയുള്ള പല പരിപാടികളുമുണ്ട്, ഞാൻ ഇന്നലെ അതിന് പോയി, ഇന്ന് ഇതിന് പോയി, ആ സമയത്തൊക്കെ ഇവന്റെ ആടുകളെ തിരുമേനിയാണ് നോക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് തിരുമേനിയെ പോകാൻ അനുവദിച്ചു. തിരുമേനിയുടെ ആടുകളൊക്കെ ഈ പയ്യൻ നോക്കാമെന്ന് വെച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ കൂത്ത് നടക്കുന്ന സ്ഥലത്ത് അവിടെ പോയിരുന്നു. കൂത്ത് തുടങ്ങുന്നതിന് മുമ്പ് തിരുമേനി ഉറങ്ങിപ്പോയി. രാവിലെ പ്രഭാതത്തിൽ വെയിലേറ്റിട്ടാണ് ഉണരുന്നത്. അപ്പൊ അവിടെ നടന്ന ഒരു സംഗതിയും കാണാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. എന്താണ് ഈ സംഗതി? ചെറുപ്പത്തിൽ അതൊരു തെറ്റായ ആരും കാണുകയില്ല, പക്ഷേ ഉന്നതമായ ഒരു സ്വഭാവ ഗുണത്തിന് യോജിക്കാത്ത ഒരു ചെറിയ സംഭവം പോലും ആ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കുട്ടിക്കാലത്ത് കഅബ ഒരു വലിയ ജലപ്രളയത്തിൽ നശിച്ചു, വീണുപോയി. അത് പടുത്തുയർത്താൻ വേണ്ടി അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാര്, ഖുറൈശികളെല്ലാവരും കൂടി അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ്. അപ്പൊ ഓരോരുത്തരും കുറച്ച് ദൂരയിൽ നിന്നും മറ്റുമൊക്കെ കല്ലുകൾ കൊണ്ടുവരണം പടുത്തുയർത്താൻ. കുട്ടികളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. കുട്ടികളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അന്നത്തെ അവസ്ഥ വളരെ ദരിദ്രമാണ് അവിടുത്തെ മക്കയിലുള്ള അവസ്ഥ, നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉടുത്ത ചെറിയ കുട്ടികളാണ്, ഒരു 8 വയസ്സോ 6 വയസ്സോ അതിന്റെ താഴെയൊക്കെയുള്ള കുട്ടികൾ, ഉടുത്ത തുണി എടുത്തിട്ട് അത് തലയിൽ ഒരു തെരികയാക്കി വെച്ച് അതിന്മേൽ കല്ല് വെച്ചിട്ടാണ് ചെറിയ കുട്ടികൾ ഇത് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടും തിരുമേനിയുടെ രക്ഷിതാക്കളിൽ ഒരാൾ അവർ ചെയ്യുന്ന പോലെ നീയും ചെയ്ത മോനെ എന്ന് പറഞ്ഞു. അപ്പൊ മനമില്ലാ മനസ്സോടെയാണെങ്കിലും തിരുമേനി മുണ്ടടിച്ചു തലയിൽ വെക്കാൻ വേണ്ടി. പക്ഷെ അതോടുകൂടി ബോധരഹിതനായി വീണു. പിന്നെ ഉണരുന്നത് എന്റെ തുണി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ വേഗം ആ മുണ്ടുടുത്ത്, എന്നിട്ട് പിന്നെ പഴയ രൂപത്തിൽ മുണ്ടൊന്നും തലയിൽ വെക്കാതെ തന്നെയാണ് കല്ല് തിരുമേനി കൊണ്ടുപോയത്. ഇതൊക്കെ ചില സൂചനകൾ. ആ ജീവിതത്തിൽ എവിടെയും ഒരു ചെറിയ പുഴുക്കുത്ത് പോലും എവിടെയും വീണിട്ടില്ല. വളരെ ശുഭ്രമായ ഒരു ജീവിതമാണ് തിരുമേനി നയിച്ചത്. ഇതാരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? ഹിറക്കിൽ റോമാ സാമ്രാട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ കത്തുമായിട്ട്, തിരുമേനിയുടെ കത്തുമായിട്ട് ചെന്നു.
ചെന്നപ്പോൾ ആദ്യം ഈ സാമ്രാട്ട് ചോദിക്കുന്നത്, ഈ മനുഷ്യൻ കളവ് പറയാറുണ്ടോ? നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? ശത്രുക്കളും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞത് ഇല്ല, കളവ് പറഞ്ഞതായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു വിവരവുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, മനുഷ്യരോട് കളവ് പറയാത്ത ഒരാൾ ദൈവത്തിന്റെ പേരിൽ കളവ് പറയുമെന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല എന്ന്. ഇതിങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് എന്റെ വചനമല്ല, അള്ളാഹുവിന്റെ വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ അത് വിശ്വസനീയമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അനേകം സംഗതികളുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിന്റെ നിർദ്ദേശങ്ങൾ പിൻപറ്റി ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുകയും ചെയ്യുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.